on the planet. ഈ ഗ്രഹത്തിൽ, ഈ ഭൂമണ്ഡലത്തിൽ വളരെ അസ്ഥിരമായിട്ടുള്ള അനിശ്ചിതത്വം ഉളവാക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണോ നാം പ്രവേശിക്കുന്നത് എന്ന കാര്യമാണ് നമ്മെ ആശങ്കരാക്കുന്നത്. And so we have to be careful and we have to protect our strength and our people. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നാം ജാഗരൂകരായിരിക്കണം. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജനങ്ങളെയും കാത്തുരക്ഷിക്കുന്നതിന് നാം ബദ്ധശ്രദ്ധരായിരിക്കണം. When a storm comes, you have to walk carefully, you have to look at what is going on, and you have to take more care than usual. ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടി വരും. പരസ്പരം കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി നാം ജാഗ്രതയോടെ അതിനെ നേരിടേണ്ടതായിട്ട് വരും. And most of all, you have to protect your assets and your strength. നമ്മെയും നമ്മുടെ സമ്പത്തിനെയും അത് രക്ഷിക്കുന്നതിനുള്ള ജാഗ്രതയും ശ്രദ്ധയുമാണ് ഇതുപോലുള്ളൊരു സന്ദർഭം ആവശ്യപ്പെടുന്നത്. And here I must say that the Prime Minister has let the country down. He has betrayed the country. ഇവിടെ എനിക്ക് വളരെ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ശ്രദ്ധ പുലർത്തുന്നില്ലെന്ന് മാത്രമല്ല, രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് എനിക്ക് പറയാൻ. I do not use the word lightly. I am using the word precisely because I believe that the Prime Minister has betrayed the country when he signed the US deal. ഞാൻ ഈ കാര്യം ലഘുത്വത്തോടു കൂടി പറയുന്നതല്ല. ഞാൻ ഈ വാചകം വളരെ ലളിതമായിട്ട് ഈ വാക്ക് വളരെ ലളിതമായിട്ട് ഉപയോഗിക്കുന്നതല്ല. അമേരിക്കയുമായിട്ട് കരാർ ഒപ്പിട്ടപ്പോൾ